നമസ്കാരം. മെട്രോ സ്റ്റാറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച സംഭവ ബഹുലമായ വഴിത്തിരിവുകളായിരിക്കും ഏതോ ജന്മ കൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരുടെയും ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പല മുഖങ്ങളും വെളിച്ചത്താകുകയും ചെയ്തിരുന്നു. ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്യാം നമ്മുടെ അഞ്ജലിയുടെ ഭർത്താവാണ് എന്നുള്ള സത്യം ഇതുവരെ ശ്രുതിയോ പ്രീതിയോ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ അഞ്ജലിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്യാം ഭയങ്കര ഒരു നല്ല സ്നേഹമുള്ള, തൻ്റെ ഭാര്യ അല്ലാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് എനിക്ക് ആരുമുള്ളൂ, ആ ഒരു രീതിയിൽ ആണ് നമ്മുടെ ശ്യാം. അപ്പോൾ നമ്മുടെ ശ്യാം അഞ്ജലിക്ക് വേണ്ടിയിട്ട് പല പല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ശ്യാമും ആകാശും എല്ലാം ആ വീട്ടിലെ എല്ലാ പുരുഷന്മാരും കൂടി സ്ത്രീകളെ അടുക്കളയിൽ കയറ്റാതെ അവർ തന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആ ഒരു ആഹാരമൊക്കെ ഉണ്ടാക്കി അഞ്ജലിയെ സന്തോഷിപ്പിച്ച് അങ്ങനെ നല്ല കൊച്ചു വർത്തമാനങ്ങളും സ്നേഹം നിറഞ്ഞ ആ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അഞ്ജലിയുടെ കോൾ വരുന്നത്. അപ്പോൾ ശ്യാം എന്തായാലും അഞ്ജലി വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ കോൾ വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ കോൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ അഞ്ജലി ഉള്ളത് കൊണ്ട് തന്നെ അത് ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യങ്ങൾ പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശ്യാം അഞ്ജലിയുടെ കണ്ണു വെട്ടിച്ച് പതുക്കെ മാറി നിന്ന് നമ്മുടെ ശ്രുതിയുടെ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ വിട്ട് പറയാൻ പറ്റാതെ ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരും എന്നുള്ള രീതിയിൽ ശ്യാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ തിരിയുന്ന സമയത്താണ് നമ്മൾ അഞ്ജലി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം അഞ്ജലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്യാമിന് ഈ കുതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അഞ്ജലി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്യാമിന് പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അഞ്ജലി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ നമ്മുടെ അശ്വിനും ശ്രുതിയും വീണ്ടും ഒരു കണ്ടുമുട്ടലിന് തയ്യാറാവുകയാണ്. വീണ്ടും അവർ നേർക്കുനേർ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴൊക്കെ അവർ മുഖാമുഖം കണ്ടിട്ടുണ്ടോ അന്നെല്ലാം പൊരിഞ്ഞ വഴക്കുകൾ അവർ തമ്മിൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കണ്ടുമുട്ടലിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവാൻ പോവുകയാണ്. എന്തായാലും അശ്വിൻ്റെ ഓഫീസിലോട്ട് ശ്രുതി വീണ്ടും കടന്നു വരികയാണ്. അങ്ങനെ അവിടെ വെച്ച് ശ്രുതിയും അശ്വിനും വീണ്ടും കണ്ടുമുട്ടുകയും അങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ ദേഷ്യത്തിൽ അശ്വിന് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയി ഒരു റൂമിൽ ഇങ്ങനെ കൊണ്ട് ഇതിങ്ങനെ പിടിച്ച് തള്ളിയതിന് ശേഷം അശ്വിനകത്ത് കയറി കഥ കുറ്റിയിടുവാണ്. എന്നിട്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പോരും വഴക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം ശ്രുതി വീണ്ടും ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രുതിയുടെ ഫോൺ പിടിച്ചു വാങ്ങി അശ്വിൻ എടുത്ത് എറിയുവാണ്. അപ്പോൾ അവിടെ ആ ഒരു ഫോണ് നേരെ ഒരു കസേര അതിൽ തട്ടി തിരിച്ച് വന്ന് തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതും വീണ്ടും അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ പിടിച്ച് മാറ്റി തള്ളുന്നതും ശ്രുതി പെട്ടെന്ന് പോയി പിറകു തിരിഞ്ഞ് വീഴുവാണ്. അപ്പോൾ എന്നിട്ട് തിരിഞ്ഞ അശ്വിൻ കാല് വഴുതി വീണ്ടും ശ്രുതിയുടെ മണ്ടയിൽ കൂടെ പുറത്തൂടെ വീഴാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലൊരു കുഞ്ഞു കുഞ്ഞു മുത്തുകളുണ്ടായിരുന്നു. ഈ ഒരു പേപ്പറിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ മുത്തുകൾ ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് തെറിച്ച് ഇവരുടെ ദേഹത്ത് വീഴുകയും ഇവർ കണ്ണും കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ശ്രുതി അശ്വിൻ്റെ ആ ഒരു ഓഫീസിൽ വീണ്ടും വന്നു, അല്ലെങ്കിൽ എന്തിനാണ് താൻ ഇനി ആ ഓഫീസിൽ കാലുകുത്തത്തില്ല, അല്ലെങ്കിൽ ഇനി താൻ അവിടെ വരത്തില്ല എന്ന് പറഞ്ഞു പോയ ശ്രുതി എന്തുകൊണ്ട് തിരിച്ചു വന്നു, എന്തിനാണ് ശ്രുതി വീണ്ടും ശ്യാമിനെ വിളിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെയും കഥയിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരാഴ്ചയിൽ ഭയങ്കര ഒരു ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അശ്വിനും ശ്രുതിയും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വീണ്ടും അവർക്കിടയിൽ ഒരു പോര് തുടങ്ങും. പക്ഷേ ശ്യാമിൻ്റെ ആ ഒരു പൊയ്മുഖം വെളിപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ പുറത്തറിയാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അമ്മായിയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമുണ്ട്. അതായത് ശ്രുതിയെയും ശ്യാമിനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് അമ്മായിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എന്നാൽ ആ ഒരു ബന്ധത്തിന് മുന്നോടിയായിട്ട് അമ്മായി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്രുതിക്ക് നല്ലൊരു വരനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വ്രതമൊക്കെ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. തിരുവാതിര വ്രതം നോക്കിയിട്ടുണ്ടായിരുന്നു. തിരുവാതിര വ്രതം കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്രുതി ആഹാരം കഴിക്കാൻ നേരത്ത് ശ്യാമിൻ്റെ കാര്യമാണ് ആദ്യം അമ്മായിയോട് തിരക്കിയത്. എന്തായാലും ശ്യാമും കൂടി വന്നു കഴിഞ്ഞാൽ ആഹാരം വിളമ്പി വെക്കാമല്ലോ, വരോ ഇല്ലേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അമ്മായി മനസ്സിൽ പറയുന്നുണ്ട്
ഈ വ്രതം എടുത്തതിൻ്റെ ഗുണങ്ങളുണ്ട്, അവൾ വന്നതിന് ശേഷം തന്നെ ആദ്യമേ ശ്യാമിനെയാണ് തിരക്കുന്നത് എന്നൊക്കെ അമ്മായി മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത്? എന്തായാലും ശ്യാമിൻ്റെ ആ പൊയ്മുഖം ഒരുപാട് നാളൊന്നും ശ്യാമിന് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ശ്രുതി എന്തായാലും അഞ്ജലിയുടെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ അഞ്ജലിയുടെ ഭർത്താവിനെ ആ സമയത്ത് തന്നെ കണ്ടിരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കള്ളം തിരിച്ചറിയാമായിരുന്നു. എന്തായാലും ആ ഒരു സത്യം ശ്രുതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാതിരിക്കും. ടാറ്റ ബൈ.